കാരിത്താസ് റെയിൽവേ മേൽപ്പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സമ്മേളനത്തിൽ മന്ത്രി വി.എൻ. വാസവൻ അധ്യക്ഷനായിരുന്നു. കാരിത്താസ് റെയിൽവേ മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. PWD മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കാത്തിരിപ്പിനൊടുവിൽ ഒരു നാടിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഈ സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതിയിൽ ഒരു റെയിൽവേ മേൽപ്പാലം കൂടി പൂർത്തിയായിരിക്കുകയാണ്. കാഞ്ഞങ്ങാടിനും ഫറോക്കിനും ഗുരുവായൂരിനും തിരൂരിനും ശേഷം 5ാമത്തെ റെയിൽവേ മേൽപ്പാലം കൂടി സാധ്യമായിരിക്കുന്നു. റെയിൽ പാളത്തിന് മുകളിൽ സ്മാരകമാകുമെന്ന് പലരും പരിഹസിക്കുകയും പ്രവചിക്കുകയും ചെയ്തെടുത്താണ് കാരിത്താസിൽ ഈ ഗവൺമെന്റ് റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. വളരെ സന്തോഷത്തോടു കൂടി കാരിത്താസ് റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. തെലകത്ത് നടന്ന യോഗത്തിൽ മന്ത്രി വി.എൻ. വാസവൻ അധ്യക്ഷനായിരുന്നു. 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ഹൃദയം മാറ്റിവെക്കൽ അതിന്റെ കരവിരുതാണ് ഈ വേദിയിലിരിക്കുന്ന ഡോക്ടർ TK ജയകുമാർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അനുസ്യൂതം നടക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടക്കുന്ന മെഡിക്കൽ കോളേജ് നമ്മുടെ മെഡിക്കൽ കോളേജാണ്. 5 ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിരിക്കുന്നു. ആദ്യമായി കേരളത്തിൽ നടന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. അതുപോലെ ട്രോമ ICU സർജറി നടന്നിരിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ഏറ്റവും നമ്പർ നമ്മുടേതാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവന് സൗജന്യ ചികിത്സ ഉറപ്പാക്കിയ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് 1ാം സ്ഥാനവും ഗുജറാത്ത് 2ാം സ്ഥാനവും. ഈ രൂപത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് മുന്നോട്ട് നിൽക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി, കുട്ടികളുടെ ആശുപത്രി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, ദന്തൽ കോളേജ്, മാന്നാനം ആശ്രമ ദേവാലയം, അതിരമ്പുഴ പള്ളി തുടങ്ങിയ വിവിധ മേഖലകളിലേക്ക് യാത്രാ സൗകര്യമൊരുക്കുന്ന റെയിൽവേ മേൽപ്പാലം തുറന്നുകൊടുത്തത് ജനങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറുകയായിരുന്നു. 2019 സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ച ശേഷം പരിഷ്കരിച്ച എസ്റ്റിമേറ്റ് പ്രകാരം 11,98,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 15 മാസങ്ങൾക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നു. മന്ത്രി വി.എൻ. വാസവനും തോമസ് ചാഴികാടൻ MPയും ജനപ്രതിനിധികളും വിശിഷ്ടാതിഥികളും മേൽപ്പാലത്തിലൂടെ നടന്ന് മറുകരയിൽ എത്തിയ ശേഷം തിരികെ എത്തിയാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KB ബിന്ദു, ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കുര്യൻ, കാരിത്താസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത്, മാന്നാനം KE സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, അതിരമ്പുഴ പള്ളി വികാരി ഫാദർ ജോസഫ് മുണ്ടകത്തിൽ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ അഡ്വക്കേറ്റ് ജോണി വർഗീസ്, KN വേണുഗോപാൽ, രാജീവ് നെല്ലിക്കുന്നിൽ, ജോസ് ഇടവഴിക്കൽ, പ്രൊഫസർ ജോസ് വെല്ലിംഗ്ടൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.